മക്കളെ, ജീവരഹസ്യത്തിൽ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഒരു മനുഷ്യന്മ കിട്ടുക എന്ന് പറയുന്നത് വളരെ ദുർലഭമായ കാര്യമാണ്. ദേവാനാമഭി ദുർലഭമാണ്. ദേവന്മാർക്ക് പോലും മനുഷ്യന്മ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ കലിയുഗത്തിൽ എല്ലാ രീതിയിലുള്ള സയൻസ് ശാസ്ത്രീയമായിട്ടെല്ലാം വളരെ വികാസം പ്രാപിച്ചുകൊണ്ട് ഈ സമയത്ത് ഭൂമിയിലൊരു ജന്മം കിട്ടുന്നത്, വിശേഷിച്ച് ഇന്ത്യയുടെ ജന്മം കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ഇതറിയാതെ നമ്മൾ ഈ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാവാതെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിപ്പെട്ട്, അതായത് ആത്മനാശം വരെ സംഭവിക്കുന്ന രീതിയിലുള്ള ലഹരികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ വഴിപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരീരം മാത്രമല്ല നഷ്ടപ്പെടും, നമുക്ക് ആത്മാവിൻ്റെ നഷ്ടം സംഭവിക്കും. അത് പിന്നെ വിശ്വസിച്ചാലില്ലെങ്കിലും സത്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. ആത്മാവ് ഗതി കിട്ടാതെ കിടന്ന് അലയും. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാത്ത വേറൊരു വിഷയം, മരിച്ചാൽ പിന്നെ വേദനയില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബോധം കിട്ടിയാൽ പിന്നെന്താ വേദനയില്ലാത്ത? അപ്പോൾ വേദന എന്ന് പറയുന്നത് ശരീരത്തിനല്ല, ജീവനാണ്. അതുകൊണ്ടാണ് ബോധം കിടത്തി കഴിയുമ്പോൾ നമുക്ക് വേദന അറിയാത്തത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും വേദനയുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അറിഞ്ഞു കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ശരീരത്തിലെ രോഗങ്ങൾ ബാധിക്കുകയും ആ രോഗം ജീവനെ ബാധിക്കുകയും ആ രോഗത്തോടുകൂടി ജീവൻ അലയുകയും വലയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഈ ആത്മാക്കൾ അലയുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ പിന്തലമുക്കാരായിട്ട് ജനിക്കുന്നവരകത്ത് നിൽക്കുന്ന രാശി ജനിച്ചിട്ട് അവരും മാറാരോഗം, തീരാവ്യാധി, ആത്മഹത്യാ പ്രവണതകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പം മോഡേൺ സയൻസ് സമ്മതിക്കുന്നുണ്ട്, ഈ പാരമ്പര്യ രോഗങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് മാത്രം വരുന്നതല്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്ത് നമുക്കുണ്ടായിരുന്ന രോഗങ്ങൾ അതേപോലെ ഈ ജന്മത്തും വരും എന്നുള്ളത് അലോപ്പതിക്കാർ സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടത് ഈ കിട്ടിയ ജന്മം വളരെ പ്രയോജനപ്രദമായിട്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടുകൂടി ഈ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കി എടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച്, ഭഗവാൻ ബുദ്ധനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, നബിതിരുമേനിയെക്കുറിച്ചൊക്കെ പറയുന്നത് അനേക ജന്മസംപ്രാപ്ത കർമ്മധർമ്മ വിദാഹിനി എന്നാണ്. അനേക ജന്മങ്ങളായിട്ട് കർമ്മം എന്ന് പറയുന്ന പ്രവൃത്തിയാണ്, ധർമ്മം എന്ന് വെച്ചാൽ ഡ്യൂട്ടി, കടമയാണ്. അപ്പോൾ കടമയ്ക്ക് അനുസരണമായിട്ടുള്ള കർമ്മം പ്രവൃത്തി ചെയ്ത് ജീവൻ ഓരോ ജന്മങ്ങളായിട്ട് ആർജിച്ച് അനേക ജന്മങ്ങൾക്ക് ശേഷം ഒരു ജന്മത്തിൽ അതുവരെ ആർജിച്ച എല്ലാ അറിവും ഐശ്വര്യവും പ്രാപ്തിയും എല്ലാം ഒത്തു കിട്ടുമ്പോഴാണ് ഈ ആചാര്യന്മാർ വരുന്നത്. അതായത് ഇപ്പോൾ 10 വർഷം കൊണ്ട് 10ാം ക്ലാസ് പാസ്സാവാം, 8 വർഷം കൊണ്ട് പാസ്സാവാം. അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും നമ്മൾ പഠിക്കേണ്ടത് നേരെ പഠിച്ചു പോയാൽ 10 വർഷം കൊണ്ട് 10 പാസ്സാവാം. അപ്പോൾ അനേക ജന്മങ്ങളായിട്ട് ഓരോ ജന്മങ്ങളിലും ചെയ്ത് ഏർപ്പെടുന്ന പ്രവൃത്തികൾ, കർമ്മ വെച്ച പ്രവൃത്തിയാണ്. അത് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ അറിവ് നമ്മളിൽ കുടികൊള്ളും ജീവനിൽ. ഇങ്ങനെ അനേക ജന്മങ്ങളായിട്ട് ആർജിച്ച കർമ്മങ്ങളാണ് ഒരു ജന്മത്തിൽ ആ ആചാര്യന്മാരുടെ ലോകത്തിന് നന്മയായിട്ട് ഭവിക്കുന്നത്. അങ്ങനെയുള്ളവർ ആചാര്യന്മാരായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം ശ്രദ്ധയാണ്. ശ്രദ്ധ, ഭക്തി, വിനയം, സൗശീല്യം, ഗുരുത്വം, കാരുണ്യം, അനുകമ്പ, ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ ഓരോ ജീവനിലും നമ്മൾ ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ട ശ്രദ്ധയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാചകം ചെയ്യുന്നു, ശ്രദ്ധിക്കാതെ പാചകം ചെയ്താൽ ചൂട്, പിന്നെ പാചകം ചെയ്യുന്ന വസ്തു എന്തായാലും അത് ചൂട് നമ്മുടെ കയ്യിൽ വന്ന് വീഴും, പൊള്ളും, തീയിൽ നിന്ന് അപകടം ഉണ്ടാവും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കും. ഒരു സൈക്കിളിൽ കയറാൻ നേരം അതിന് ബ്രേക്കുണ്ടോ വെള്ളുണ്ടോ എന്നൊക്കെ നോക്കാതെ കയറിപ്പോയി അപകടം ഉണ്ടാക്കും. ഒരു സ്കൂട്ടറോ കാറോ ഓടിക്കുമ്പോഴും അതിൻ്റെ എഞ്ചിൻ്റെ സംവിധാനങ്ങളെല്ലാം നേരെയാണോ എന്ന് ശ്രദ്ധിക്കാതെ ഓടിക്കുകയാണെങ്കിൽ അപകടം. ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ, ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ, പുറകെ വരുന്ന വാഹനങ്ങൾ, പുറകെ ആടുന്ന മനുഷ്യർ, ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോയി അപകടം ഉദ്ദേശ സ്ഥാനത്ത് എത്തത്തില്ല. അപ്പോൾ വിദ്യാർത്ഥികളായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സാറ് പഠിപ്പിക്കുമ്പോൾ മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ ക്രമേണ പെട്ടെന്ന് സാധ്യമല്ല. ക്രമേണ സാറിൻ്റെ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചേ പറ്റൂ. സാറിൻ്റെ മുഖത്ത് കണ്ണിൽ തന്നെ നോക്കിയിരിക്കണം. അല്ലാതെ കയ്യോ കാലോ ഒക്കെ ഇട്ട് അണിക്കും മറ്റു കാര്യങ്ങളിൽ പോയത് ഈ പറയുന്നതോ നമുക്ക് മൊത്തം മനസ്സിലാകത്തില്ല. അതേസമയം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ഒരു പ്രാവശ്യം വീട്ടിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയുടെ തലേദിവസം നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ബുദ്ധിയിൽ ഇതെല്ലാം പതിയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ ഈ സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ കുട്ടികൾ, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും
അവർ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഞങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നില്ലെന്നാണ്. അത് ഓർമ്മക്കുറവല്ല, ശരിക്കും ചിന്തിച്ചാൽ അറിയാം, ഇത് ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ മനസ്സിൽ പതിയൂ. മനസ്സിൽ പതിയുന്ന കാര്യങ്ങൾ എത്ര നാൾ കഴിഞ്ഞാലും അത് ഓർമ്മിക്കാൻ സാധിക്കും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ജ്ഞാനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നോളജ്, അറിവാണ്. അപ്പോൾ പരമമായ അറിവ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ശ്രദ്ധ വേണം. ഇപ്പോൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ ഹരിശ്രീ പഠിക്കുന്ന സമയം മുതൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചേർത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു രംഗത്തും പരാജയം വരുന്നില്ല. ഈ ലോകത്തെ സകല സൃഷ്ടികളും മനുഷ്യൻ്റെ സൃഷ്ടികളാണ്. പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് വേറെ ഉണ്ടെങ്കിലും ഈ സൃഷ്ടികളുടെ എല്ലാം പിന്നിലുള്ള വൈഭവം, അവരുടെ നിശ്ചയദാർഢ്യം, ഞാനത് നേടും, എനിക്കത് ചെയ്യണം എന്നുള്ള ബലമായ നിശ്ചയദാർഢ്യമാണ് നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പോൾ മഹാനായ APJ അബ്ദുൽ കലാം എന്താ പറഞ്ഞത്? മക്കളെ, നിങ്ങൾക്കൊരു നല്ല സ്വപ്നം ഉണ്ടാവണം. എനിക്ക് IAS എടുക്കണം, IPS എടുക്കണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരബ്ധമെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം, അതിന് ഞാൻ നല്ലപോലെ പഠിക്കും, അധ്വാനിക്കും. ഇങ്ങനെയുള്ള ചിന്ത മനസ്സിൽ ഉള്ളവർ അത് നേടും. ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലലുള്ള കുറത്തി ചുള്ളിയുള്ള കാടറിയെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ വീട്ടിൽ കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെ പട്ടിണി കിടക്കുമ്പോൾ കാട്ടിലും മലയിലും പോയി കഷ്ടപ്പെട്ട് വിറക് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അരിയൊക്കെ മേടിച്ച് മക്കളെ വളർത്തുന്നുള്ളവർക്ക് ആ ഒരു ഇത് വരും. ഇതേപോലെ ഒരു രസകരമായ സംഭവമുണ്ട്. ഒരിക്കലേ ചെന്നൈയിലെ മരീന ബീച്ചിൽ ഒരമ്മ ഒരു കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുക. ഇത് കണ്ടിട്ട് ഈ കുഞ്ഞ് പയ്യൻ ചോദിക്കുകയാണ്, എന്താ അമ്മ കരയുന്നത്? അത് എനിക്ക് 3 ദിവസമായി മുന്നേ ഞാൻ നേരെ ആഹാരം കഴിച്ചിട്ട് അച്ഛൻ ഉപേക്ഷിച്ച് പോയതിന് ശേഷം ഞാൻ പല വീടുകളിലും പോയി ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നിനക്ക് ഞാൻ കൊണ്ട് തരുന്നത്, ഞാൻ നേരെ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി മുന്നേ, അതാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് പറഞ്ഞു. ഇവൻ അപ്പോഴും എണീറ്റ് ഒരുപിടി മണ്ണ് കടപ്പുറന്ന് മാറ്റി സത്യം ചെയ്യണം, അള്ളാണ് സത്യം, ഞാൻ എൻ്റെ ഉമ്മ ഒരു നേരത്തെ ആഹാരത്തിലുള്ള വകയും കൊണ്ട് ഇനി തിരിച്ചു വരൂ എന്നും പറഞ്ഞു ഏകദേശം 9-10 വയസ്സുള്ള കുട്ടി ഓടി കള്ള ട്രെയിൻ കയറി ബോംബെ ചെന്നിറങ്ങാണ്. അവിടെ ചെന്ന് പല ഹോട്ടലുകളിലും ജോലി ചെയ്തു, പലയിടത്തും പല ജോലികളും ചെയ്തിട്ട് അവസാനം കള്ളക്കടത്തുകാരുടെ കൂടി കള്ളക്കടത്തുകാരിൽ ഏറ്റവും വലിയ ആളായിട്ട് മാറി. അയാളുടെ പേര് നമുക്ക് കേട്ടിട്ടുണ്ട്, ഹാജി മസ്താൻ, കൂലി മസ്താൻ എന്നൊക്കെ പറയും. ഇയാളെ അവിടെ അധോലോക നേതാവ്, ഇയാളാരെയും വെടിവെച്ചുകൊള്ളുന്ന സ്വഭാവക്കാരനല്ല, ഈ ശത്രുക്കളെ പിടിച്ച് കെട്ടി ചാട്ടൊക്കെ അടിക്കുന്ന സ്വഭാവമായിരുന്നു. അവസാനം ഇയാളുടെ വീട്ടിനകത്ത് ബോട്ട് വന്നു കയറുന്ന രീതിയിലുള്ള ബോട്ട് വീടൊക്കെ പണിഞ്ഞ് വലുതായി അടിയന്തരാവസ്ഥയായപ്പോൾ ഇദ്ദേഹത്തിനെ എപ്പോഴും ജയിലിലിട്ടു. അപ്പോൾ ഇയാൾ പറയാണ്, ഓളോട് പറ എൻ്റെ ഇന്ന് 4 കോടിയാണ് വാങ്ങിച്ച് എന്നെ തുറന്നുവിടാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രധാനമന്ത്രി ഇയാളുടെ ഇന്ന് 4 കോടി രൂപ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വരെ കൊടുക്കാനുള്ള പ്രാപ്തിയെല്ലാം ഉണ്ടായതെല്ലാം ഈ നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ്. ലക്ഷ്യബോധം, എനിക്ക് നന്നാവണം, വലുതാവണം, ഉയരണം, ഈ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ആവാം. നിങ്ങളെല്ലാവരും തന്നെ പരമമായ ഈശ്വരകാരനുള്ള മക്കളാണ്, അത് യാതൊരു സംശയവും വേണ്ട. പക്ഷേ നല്ല മനോഹരമായ പാല് കാച്ചി പഞ്ചസാരയിട്ട് കുടിക്കുന്ന ഭാഗത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഉപ്പോ അല്ലെങ്കിൽ അമേദ്യമോ ഒന്നും പെട്ടുപോയാൽ അത് പോയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം കയ്യിലിരിക്കുന്ന ഒരു കണ്ണാടി പാത്രം പോലെ, അത് തറയിട്ടോ ഉടഞ്ഞു പോയ പിന്നെ അതുകൊണ്ട് ഉപയോഗമില്ല. അതുകൊണ്ട് എന്താ മക്കളെ നമ്മൾ വേണ്ടത്? വളരെ സൂക്ഷിച്ച്, അതിന് തമിഴ്നാട്ടുകാർ പറയുന്നത് ഗമനി എന്നാണ്, ശ്രദ്ധിക്കുക എന്ന് പറയും. അപ്പം നമുക്ക് എല്ലാത്തിലും ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. പഠിക്കുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്, എനിക്ക് പഠിച്ച് വലുതാവണം, അതിന് അച്ഛനും അമ്മമാരെ ബഹുമാനിക്കാൻ പഠിക്കണം, സാറുമാരെ ബഹുമാനിക്കാൻ പഠിക്കണം. നമുക്ക് എന്ത് കാര്യം കിട്ടുമ്പോഴും നമ്മൾ അതിനെ ബഹുമാനിച്ചേ വെക്കൂ. ഉദാഹരണത്തിന് മുള്ളുള്ളൊരു മരത്തിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുള്ളുള്ളൊരു റോസാപ്പൂ പറിക്കുമ്പോൾ അതിന് മുള്ളുണ്ട്, അത് ശ്രദ്ധ വേണം. കറണ്ട് കമ്പി കയറുമ്പോൾ ശ്രദ്ധിക്കാതിരുന്ന കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഷോക്കടിച്ച് താഴെ വീഴും. ഇതുപോലെ എന്ത് കാര്യത്തിൽ നമ്മൾ പരമമായി ശ്രദ്ധയുള്ളവരായി തീർന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് കീഴടക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യമില്ല. അത് മനസ്സിലാക്കണം. കാരണം പരമമായി ഈശ്വരകാരൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ കൗൺസിലിങ്ങിലൂടെ ഒക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആഗ്രഹമുണ്ട്. അതിനുള്ള സന്ദർഭം വരുമ്പോൾ ചെയ്തോളാം. അപ്പോൾ ഇപ്പോൾ വേണ്ടത് എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടെ പെരുമാറാം. അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, അവർ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ തിരിച്ചു പറഞ്ഞുകൂടാ. സാറുമാരെ അതിലേറെ ബഹുമാനിക്കണം. അവരുടെ സ്വഭാവം മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പഠിപ്പിക്കുന്നവർ നമ്മൾ ബഹുമാനം വേണം. ബഹുമാനത്തോടെ അവരെ ശ്രദ്ധിക്കാൻ മാത്രമേ നമുക്ക് വേണ്ടത് കിട്ടൂ. അതുപോലെ ചിട്ടയെന്ന് വെച്ചാൽ ഡിസിപ്ലിനൊക്കെ നമ്മൾ പറയും. അപ്പം മതപരമായിട്ട് എല്ലാ മതങ്ങളും നല്ല നല്ല ചിട്ടകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ. അപ്പോൾ അതേ രീതി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതല്ലാതെ അത് നമുക്ക് മനസ്സിലാകാത്ത വിഷയങ്ങളെ നമ്മൾ ധിക്കാരത്തോടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് എന്ത് കാര്യം സ്വായത്തമാവണമെങ്കിലും നമ്മൾ അതിനെ ബഹുമാനിക്കണം, അതിനോട് സ്നേഹം കാണിക്കണം, അതിനോട്
വളരെ സൗമ്യമായൊരു ഭാവത്തിൽ നമുക്കത് കിട്ടുകയുള്ളൂ. ജീവിത കാര്യങ്ങൾ തൽക്കാലം മക്കളെല്ലാവരും ഇത് ഓർമ്മിക്കണം. നമുക്ക് ലോകത്തിൽ ഏറ്റവും വലിയതായിത്തീരണം. നമ്മുടെ വീടിനെ സംരക്ഷിക്കണം, നാട്ടിനെ സംരക്ഷിക്കണം, രാജ്യത്തെ സംരക്ഷിക്കണം. ഇതെല്ലാം നിങ്ങൾ ചെറുപ്പക്കാരായി നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി, ഭക്തി എന്ന് പറഞ്ഞാൽ വിനയപ്പെട്ടതിനെ എടുക്കുക എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ഓരോ കാര്യങ്ങളെടുത്ത് വലിയവരായിത്തീരണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ സമയത്ത് പറയാനുള്ളത്. ഇതൊരിക്കലും ഒരു ഉപദേശമായിട്ട് എടുക്കരുത്. ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇത് നമുക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ, താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ എടുത്ത് നിങ്ങളെല്ലാവരും വലിയവരായിത്തീരണം. ഇതാണ് എൻ്റെ അപേക്ഷ.